ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ കുട്ടിയെ കിട്ടിയെന്നുള്ള തരത്തിലടക്കം റിപ്പോർട്ടുകൾ വന്നതാണല്ലോ, ട്രെയിനിൽ കുട്ടി ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതാണല്ലോ. പിന്നീട് പരിശോധനയ്ക്ക് ശേഷം പോലീസ് തന്നെ അതില്ല എന്ന് അറിയിക്കുകയായിരുന്നല്ലോ. പുതിയ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ പോലീസ് ഇപ്പോൾ, അഖിൽ ഷാ? ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്, പോലീസ് ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ പാലക്കാട് ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്തിയെന്നുള്ള വിവരം ആശ്വാസകരമായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ തെരച്ചിലൊക്കെ കുട്ടിയെ കണ്ടെത്തിയിൽ അത് പരാജയപ്പെട്ടു. അതിന് പിന്നാലെയാണ് നിലവിൽ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും പോലീസ് തുടങ്ങിയത്. അതിന്റെ ഭാഗമായി ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തുടങ്ങിയ ഒരു വ്യാപകമായ ഒരു അന്വേഷണം, തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ട്രെയിനിൽ കയറി ഈ കുട്ടി പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കണ്ടെത്താനുള്ള ഒരു ശ്രമം, ഏതെങ്കിലും തരത്തിൽ ആ ദൃശ്യങ്ങൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരികയാണ്. അത്തരത്തിൽ തിരുവനന്തപുരം നഗരവും നഗരത്തിന് പുറത്തും വ്യാപകമായ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. അത് പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ തന്നെ നമ്മളൊരു DCP ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചത് പ്രകാരം രാത്രി മുഴുവൻ അത്തരത്തിൽ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം രാത്രി മുഴുവൻ ഉണ്ടാകും. അത് വ്യാപകമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും. ഒപ്പം മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അവരും പ്രവർത്തിക്കാൻ സജ്ജരാണ് എന്നുള്ളൊരു കാര്യവും നേരത്തെ DCP നമ്മളോട് വ്യക്തമാക്കി. എന്തായാലും മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ 6 മണിക്കൂർ, ആദ്യത്തെ നിർണായക മണിക്കൂർ പോലീസിന് നഷ്ടമായി എന്നത് DCP തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഈ 6 മണിക്കൂർ നഷ്ടമായപ്പോൾ തന്നെ അത് വലിയൊരു കുട്ടിയിലേക്ക് എത്താനുള്ളൊരു സാധ്യത വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ വിലയിരുത്തൽ. ഇനി കുറെ കൂടി ശക്തമായ ഒരു അന്വേഷണം ഇതിനാവശ്യമാണ്. അതിന് തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ അതിന്റെ ഒരു ഏറ്റവും തുടക്കത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. നമുക്കറിയുന്നത് പോലെ പ്രധാനപ്പെട്ട പല ട്രെയിനുകളും, അതായത് ഇത്തരത്തിൽ ആസാമിലേക്ക് ഉൾപ്പെടെ പോകുന്ന ട്രെയിനുകൾ തിരുവനന്തപുരത്ത് നിന്ന് പോകാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഈ കുട്ടി ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നിലവിൽ പരിശോധിക്കും. നമ്മൾ പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് കുട്ടി പോയത്. അപ്പോൾ എങ്ങോട്ടേക്കാണ് നിഖിൽ പ്രമേശ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. നിഖിൽ, ഈ സ്റ്റേഷനിലേക്ക് വീണ്ടും ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് എത്തുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും പരിശോധനയുണ്ടോ നിഖിൽ? തീർച്ചയായിട്ടും മറ്റൊരു ട്രെയിൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയപ്പോൾ അതിലും ഇപ്പോൾ പരിശോധനകൾ നടത്തി. RPF ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 1:15 കൂടിയ ട്രെയിൻ കോയമ്പത്തൂരെത്തും. അതുവരെ ആ ഉദ്യോഗസ്ഥരുടെ പരിശോധന, നമ്മുടെ ആൾക്കാർ വണ്ടിയിലുണ്ട്, പോലീസുകാർ വണ്ടിയിലുണ്ട്, വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ എത്ര നിമിഷം ഹാൾട്ട് ഉണ്ടാവും? 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ടല്ലോ. അവിടുത്തെ സ്റ്റാഫ് അറ്റൻഡ് ചെയ്യും. അത് വേണമെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടും. പക്ഷെ അവിടെ എല്ലാവരും RPF പോലീസുകാരും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നെ കൂടുതൽ സമയം ആവശ്യമില്ലല്ലോ, വണ്ടിയിൽ എസ്കാർ പോകും. സംശയം നമുക്കത് ആസാമിലേക്ക് പോകണ വണ്ടി, അതൊരു സംശയം മാത്രം, അതിൽ ഉറപ്പൊന്നും കൺഫേം അല്ല, ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രം. ഇത് ട്രിവാൻഡ്രത്ത് വരുന്നതിന് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് മാത്രം. അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. ഇനി വരുന്നുണ്ടോ നോക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ട്രെയിനിൽ പരിശോധന നടത്തിയത് എന്നുള്ളതാണ് RPF ഉദ്യോഗസ്ഥർ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇനി വരുന്ന എല്ലാ ട്രെയിനിലും പരിശോധന നടത്തുമെന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞിനെ കണ്ടെത്താതെ ഇത്രയും അധികം മണിക്കൂറുകൾ, 14 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ കുട്ടിയെ കാണാനായിട്ട്. സ്വാഭാവികമായിട്ടും വലിയ ആശങ്ക തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ട്രെയിനുകളും, ഇപ്പോൾ എത്തിച്ചേരുന്ന എല്ലാ ട്രെയിനുകളിലും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. RPF ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചേർന്ന ഈ ട്രെയിനിലും ഒരു റൗണ്ട് പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ട്. അവരുടെ സംഘം ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല, അവർ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ റൂമിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്നാണ് അവർ പറയുന്നത്. നേരത്തെ ഇവിടെ നിന്ന് പോയിട്ടുള്ള, അതായത് കുട്ടി ഉണ്ട് എന്ന് സംശയിക്കുന്ന ട്രെയിനിൽ 4 RPF ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അവർ തിരുപ്പൂർ വരെ ആ ട്രെയിനിനെ അനുഗമിക്കും. ആ ട്രെയിനിനകത്ത് ഈ റണ്ണിംഗ് ടൈമിലും പരിശോധനകൾ നടത്തുക. കുട്ടി എവിടെയെങ്കിലും ഉണ്ടോ, തങ്ങളെ കണ്ട് എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ
പരിശോധനകൾ ഇനിയും തുടരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ ഈ പാലക്കാട് നിന്ന് കുട്ടിയെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രതീക്ഷ അസ്തമിച്ചതോടുകൂടി വീണ്ടും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പക്ഷേ പാലക്കാട് RPF-നോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുട്ടി ഇപ്പോൾ വന്ന ട്രെയിനിൽ ഇല്ല എന്ന് കരുതി പരിശോധനകൾ നിർത്തരുത്, തിരുവനന്തപുരത്ത് നിന്ന് വരും ട്രെയിനുകളിലും പരിശോധനകൾ നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ RPF-ന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ RPF ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. വരുന്ന ട്രെയിനുകളിലെല്ലാം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന എല്ലാ ട്രെയിനുകളിലും സമാനമായ രീതിയിൽ പരിശോധനകൾ നടത്തുമെന്നാണ് ഇപ്പോൾ RPF ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉമേഷ്, നേരത്തെ ഏതാണ്ട് 20 മിനിറ്റോളം ഈ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ട് പരിശോധനകൾ നടത്തി. അത് ഒരു റൗണ്ട് അല്ല, 2 റൗണ്ട് പരിശോധന നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. വിവിധ ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധനകൾ നടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എന്നാൽ ആ പരിശോധനകൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ നിന്ന് മടങ്ങുകയാണ്. എന്തായാലും മടങ്ങിയിട്ടില്ല. RPF സംഘം ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം കൺട്രോൾ റൂമിൽ നിന്ന് വരുന്ന ട്രെയിനുകളിലും പരിശോധനകൾ നടത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ ട്രെയിൻ പോയ ശേഷം ഇനിയും തിരുവനന്തപുരത്ത് നിന്ന് രാത്രിയാണ് ഒരുപാട് ട്രെയിനുകൾ വരാനുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന ട്രെയിനുകളിലും പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് RPF ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉന്മേഷ്, നിഖില പ്രമേഷാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എത്തുന്ന ട്രെയിനുകളിൽ വീണ്ടും പരിശോധന നടക്കുന്നുണ്ട്. അസമിലേക്ക് പുറപ്പെട്ട അസമിലെ സിൽച്ചാറിലേക്ക് പോയ ആരോണൈ എക്സ്പ്രസിൽ കുട്ടിയുണ്ട് എന്നുള്ള സംശയം ഉയർന്നിരുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോൾ ഒരു സംഘം RPF സംഘം അതിൽ പരിശോധന നടത്തി. പക്ഷേ സ്റ്റേഷനിൽ വെച്ചുള്ള പരിശോധനയിൽ കുട്ടി അതിൽ ഉള്ളതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 4 ഉദ്യോഗസ്ഥർ ആ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ട്. തിരുപ്പൂരിൽ ആ ട്രെയിൻ എത്തുന്നതുവരെ RPF സംഘം ട്രെയിനിൽ ഉണ്ടായിരിക്കും. കുട്ടി അതിലുണ്ടോ എന്നുള്ള പരിശോധന അവർ നടത്തും എന്നാണ് ഇപ്പോൾ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകളിൽ ഇനിയും പരിശോധന ഉണ്ടാകും.